ഇന്റലിജൻസ് നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് സെമി ടസർ ഫാബ്രിക്കിൽ അടിപൊളിയായിട്ടൊരു പാറ്റേൺ ആട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് നമുക്ക് ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുന്നത്. ശരിക്കും ആ ഒരു ടസർ ഫിനിഷ് ഞാൻ പറയാറില്ല, ആ ഒരു പാറ്റേൺ തന്നെ വരുന്ന മോഡലാണ്. ചെറിയ ചെറിയ വേരിയേഷൻ കേട്ടോ, ഓരോന്നിനും ചെറിയ വ്യത്യാസത്തിലാണ് ഓരോ പ്രാവശ്യം ഇറക്കുന്നത്. ചിലപ്പോൾ വർക്കുള്ളവരും വർക്കില്ലാത്തവരും. അപ്പോൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ചെറിയ ലൈൻ പോലത്തെ ഒരു പാറ്റേൺ മാത്രം. ഗ്രീൻ്റെ തന്നെ ഇങ്ങനെ ലൈറ്റും ഡാർക്കും ആയിട്ട് കുഞ്ഞായിട്ട് ലൈൻ പോയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ അങ്ങനെ ലൈൻ്റെ ഒരു ഇത് എടുത്ത് കാണിക്കുള്ളൂ. എന്നാൽ പ്ലെയിൻ അല്ല, നല്ല രസമായിട്ടുള്ള താഴത്തോട്ട് തന്നെ ലൈൻ പോയേക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഞാൻ അടുപ്പിച്ച് കാണിക്കും, നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതുപോലെ ചെറിയൊരു ലൈൻ പാറ്റേണും പിന്നെ ചെറിയൊരു വീവിങ് മോഡലും കൊടുത്തിട്ടുണ്ട്. നോർമലി ടസറിൽ ഈ ടൈപ്പ് എപ്പോഴും വരുന്ന കേട്ടോ, കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഒരു ഗോൾഡൻ, ലൈറ്റ് ഗോൾഡൻ്റെ ഒരു വീവിങ് പാറ്റേണും ഡോട്ട് പോലെയൊക്കെ തോന്നിക്കുള്ളൂ. പക്ഷെ നല്ല രസമാണ് കേട്ടോ, കാരണം അതിനൊരു ഭയങ്കര ലുക്ക് കൂടുതൽ തോന്നിക്കും. പിന്നെ മെയിനായിട്ട് ദുപ്പട്ടയുടെ ഭംഗിയാണ്. ഇതുപോലെ ഫുൾ ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. നല്ല കളർ ചാർട്ടാട്ടോ. ഇത് നല്ലൊരു ഗ്രീൻ്റെ ഷെയ്ഡ്, നമ്മുടെ നോർമൽ ലീഫ് ഗ്രീനേക്കാളും കുറച്ച് ഡാർക്കായിട്ട്, കാരണം ഇതിനകത്ത് ലൈൻ ഇങ്ങനെ മിക്സ് ആയിട്ട് ഗ്രീൻ്റെ തന്നെ കുഞ്ഞു കുഞ്ഞു ലൈൻസ്, ലൈറ്റും ഡാർക്കും ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ചെറിയൊരു കളർ വ്യത്യാസം കാണും, പക്ഷേ അടിപൊളി കളറാട്ടോ. ഇതിനെ മൊത്തത്തിൽ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ബോട്ടം വരുന്നത് ഈ ഗ്രീൻ ഷെയ്ഡിലാണ്. അപ്പോൾ ഇത് സെമി ടസർ ഫാബ്രിക്കാണ്. വാഷ് ചെയ്യാൻ കുഴപ്പമില്ല, ജസ്റ്റ് ഷാമ്പു വാഷ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ശരിക്കും നമുക്ക് ആ കൂടീൻ്റെ അതേ ലുക്ക് തന്നെ കിട്ടും. എങ്ങനെ പോയാലും തയ്ച്ചിട്ട് വരുമ്പോഴത്തേനും നമുക്കൊരു 4000 മുകളിൽ റേഞ്ച് കണ്ടാൽ പറയുന്ന ഒരു ഐറ്റം കേട്ടോ. പക്ഷെ നമുക്ക് ഇതിപ്പം ഇങ്ങനെ വന്നേക്കുന്നതുകൊണ്ട്, സെമി ആയിട്ട് വന്നേക്കുന്നുണ്ട്, റേറ്റ് കുറവാണ്. പക്ഷേ അതിൻ്റെ ഭംഗി ഒട്ടും പോകാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ നമ്പർ T611, റേറ്റ് 1890 മാത്രമേ ഉള്ളൂ. 1890. റേറ്റ് ഈ കളറാണ്. നല്ലൊരു ലൈറ്റ് ബ്രിക്ക് കളർ എന്ന് പറയാം. നോർമൽ ബ്രിക്ക് അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ബ്രൗണിഷ് ബ്രിക്ക് എന്നോ അല്ലെങ്കിൽ ലൈറ്റ് ബ്രിക്ക് എന്നൊക്കെ പറയാവുന്നൊരു ഷെയ്ഡ്. അപ്പോൾ ഇതിലും സെയിം തന്നെ ചെറിയ ലൈൻ പോലെ ഒരു ലൈറ്റ് ബ്രൗണിൻ്റെയും കൂടെ ലൈൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴത്തേനും കളർ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. ദുപ്പട്ട നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയൊരു യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനോട് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഫ്ലവറിൽ കൊടുത്തിട്ടുണ്ട്. നല്ല വെറൈറ്റി കളർ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക്. ലെങ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെ പോയാലും ഒരു 50 ഒക്കെ ലെങ്ത് അതിന് മേളിൽ തയ്ക്കാൻ കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളവർക്കാണെങ്കിലും പറ്റുന്ന ഒരു ഫാബ്രിക് ആട്ടോ ഇത്. ബോട്ടം സെയിം കളർ തന്നെ. നമ്പർ വരുന്നത് T610, റേറ്റ് 1890. നമുക്ക് അടുത്ത ഷെയ്ഡ്, ഈ ഷെയ്ഡിനെ പറ്റി പറയേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്കത് വെക്കുമ്പോൾ തന്നെ മുഖത്തുള്ള ഒരു ഇച്ചിരി ഒരു വെട്ടക്കൂടുതൽ കാണുമ്പോൾ മനസ്സിലാവും. നല്ലൊരു പിങ്ക് മിക്സ് ആയിട്ടുള്ളൊരു പീച്ച് കളറാണ്. പീച്ച് എന്ന് പറയാനില്ല, പിങ്കിൻ്റെ തന്നെ നല്ല ഒരു ഒനിയൻ പിങ്കിൻ്റെ നല്ലൊരു ഷെയ്ഡ് കോമ്പിനേഷനിൽ. ഇതുപോലെയാണ് ഫ്ലവറിൻ്റെ പാറ്റേൺ ദുപ്പട്ടയെ കൊടുത്തേക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദുപ്പട്ടയാട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ജൂട്ട് ഫിനിഷ് അങ്ങനെ വന്നേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സിൽക്കിൻ്റെ അതേ ലുക്ക് തന്നെ കിട്ടുന്നത്. സെമി ടസർ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ വരുന്നത്. ശരിക്കും സിൽക്കിൻ്റെ ലുക്ക് തന്നെയാണ് കേട്ടോ. ജൂട്ടും ടസറിൻ്റെയൊക്കെ ആ സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പാറ്റേൺ. പക്ഷേ റേറ്റ് ഭയങ്കര റീസണബിളും നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്കാണ്. ഇതിന് നമ്പർ വരുന്നത് T613, റേറ്റ് 1890. 1890.